ഷാഫി പറമ്പിലിനെ മൂക്കിൽ വലിച്ച് കയറ്റാമെന്ന് കരുതിയവർക്ക് തെറ്റി. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുമ്പോൾ CPIM 2026 കടക്കാൻ കണ്ടെത്തിയ രണ്ട് വഴികളും CPIMനെ വലിയ കുഴിയിലേക്ക് വീഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മാങ്കൂട്ടത്തിനെതിരെ ചൂലുമായി റോട്ടിലിറങ്ങിയവരൊക്കെ എവിടെ പോയി? അവരെല്ലാം കൂടി ഇപ്പോൾ ബാക്കിയുള്ള ഏതെങ്കിലും സ്ത്രീകളെ കണ്ടാൽ അവരെയും കൊണ്ട് ഷാഫി ബാംഗ്ലൂരിലേക്ക് പറക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് പാലക്കാട്ടെ CPIM സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞതുപോലെയോ ഒതുക്കാൻ നോക്കിയതുപോലെയോ അല്ല കാര്യങ്ങൾ. അതിനേക്കാൾ 10 ഇരട്ടി പ്രഹരം ഈ പറഞ്ഞ കൂട്ടർ ഏറ്റുവാങ്ങേണ്ടി വരും. ഷാഫിയെ പോലെ ജനപ്രീതിയുള്ള നേതാവിനെ പെണ്ണുകേസിൽപ്പെടുത്തി അവിടെ മുസ്ലിം ലീഗിന്റെ പേര് കൂടി വെച്ച് അല്പം വർഗീയത കൂടി കലർത്തി BJPയുടെ പണിയാണ് ഇന്നു മുതൽ CPIM എടുത്തു തുടങ്ങിയത്. അയ്യപ്പ സംഗമം നടത്തിയെന്നു കരുതി ഹിന്ദുത്വ അജണ്ട മാത്രം നോക്കുന്ന ഒരു പാർട്ടിയായി ഇടതുപക്ഷം മാറുമ്പോൾ BJP B ടീം എന്ന് മാത്രമേ പിണറായിയുടെ നേതൃത്വത്തിലുള്ള CPIMനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കപ്പിത്താൻ ഇനി കയ്യിലൊരു താമര കൂടി ആരെങ്കിലും വെച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്തായാലും തന്നെ വെട്ടിവീഴ്ത്താൻ തുനിഞ്ഞിറങ്ങിയ CPIM സെക്രട്ടറി സുരേഷ് ബാബുവിന് കണക്കിന് കൊടുക്കുകയാണ് ഷാഫി പറമ്പിൽ. വലിയ ഒരു പടയെ തന്നെ കളത്തിൽ ഇറക്കിക്കൊണ്ട് സകല നേതാക്കളെയും നിന്ന നിൽപ്പിൽ ഇല്ലാതാക്കാൻ ഷാഫിക്കാകുമ്പോൾ ഓടിയൊളിക്കാൻ മാത്രമേ പലർക്കും സാധിക്കുന്നുള്ളൂ. ആ രംഗങ്ങൾ ഒന്ന് കാണാം. നിങ്ങൾ അതിനെ ആരോപണം എന്ന് പറയുന്നതിന് പകരം അതൊരു അധിക്ഷേപം എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അത് ആ അർത്ഥത്തിൽ അയാൾ പറഞ്ഞ വാക്കുകൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു മറുപടി പോലും അറിയിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതാണോ CPMന്റെ 2026 തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPMന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയണം. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് അവർ വിലയിരുത്തിയിട്ട് ജനങ്ങളും വിലയിരുത്തിട്ട് അവരും വിലയിരുത്തട്ടെ. ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം. അപ്പോൾ ഞാൻ അതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട്. അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിൻ്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് CPM മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇപ്പോൾ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം അതിനൊന്നും ആ വാക്ക് കൊണ്ടൊരു മറുപടി അറിയിക്കുന്നില്ല. മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇതാണോ CPMന്റെ രാഷ്ട്രീയം? CPM 2026 കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് CPM ആലോചിക്കട്ടെ. ഞാൻ ആവർത്തിച്ചല്ലോ, എൻ്റെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ. അതൊക്കെ ആലോചിക്കും.